കൊല്ലം രൂപതയിലെ ചിരപുരാതനമായ ഒരു ദേവാലയമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള സെൻറ്റ് ജോസഫ് ദേവാലയം. ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം, അത്ഭുത തിരുസ്വരൂപം അവിടെ സ്ഥാപിക്കുകയും അങ്ങനെ ധാരാളം വിശ്വാസികളും തീർത്ഥാടകരും വന്നു പോകുന്ന ഒരു ദേവാലയമാണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ ദേവാലയം അനേകം പേർ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് തുടർച്ചയായി ഇത് 3-ാമത്തെ വർഷം ഒരു വലിയ ക്രിസ്മസ് മാമാങ്കം ഞങ്ങൾ ഒരുക്കുകയാണ്. കൊല്ലം ജില്ലയിൽ അതിപുരാതനമായ ദേവാലയമാണ് സെൻറ്റ് ജോസഫ് ദേവാലയം. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ക്രിസ്മസ് ഫെസ്റ്റ് അവിടെ ഇടവകയിലെ തെക്കുംഭാഗം പഞ്ചായത്തിലെ തന്നെ എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ഭംഗിയായ രീതിയിൽ ഈ ആഘോഷം 2022 മുതൽ തുടങ്ങി വരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും ഈ ആഘോഷം ഞങ്ങൾ നടത്തുന്നത് ഈ മാസം 22-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ്. 22-ാം തീയതി ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് ഒരു സന്ദേശ റാലിയോടുകൂടിയാണ്. അത് 22-ാം തീയതി 3 മണിക്കാണ്. ഇടവകയിലെ തെക്കുംഭാഗത്ത് ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് സന്ദേശ റാലിയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ നടക്കണം. പിന്നെ അതുകൂടാതെ 23-ാം തീയതി സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിൽക്കുന്ന പ്രമുഖരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന സെക്ഷൻ നടത്തുന്നുണ്ട്. അതിൽ വിശിഷ്ടാതിഥികളായിട്ട് ചവറ MLA ആയ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. പിന്നെ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് അവറുകൾ, തുടർന്ന് പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ആയതിനു ശേഷം 23-ാം തീയതി തന്നെ 7 മണിക്ക് ഒരു ഗാനമേള അതിൻ്റെ മ്യൂസിക്കൽ ഫ്യൂഷൻ ബാൻഡ് എന്ന രീതിയിൽ ഒരു മ്യൂസിക്കൽ ഫ്യൂഷൻ ബാൻഡ് നടക്കുന്നുണ്ട്. ആയതിനു ശേഷം 24-ാം തീയതി മുതൽ തെക്കുംഭാഗത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും ഇടവക അംഗങ്ങളുടെ സമൂലമായ ഒരു പരിപാടി 24-ാം തീയതി മുതൽ വിവിധ വാർഡുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 24-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വിവിധ വാർഡുകളുടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ ആയതിനു ശേഷം സമാപന സമ്മേളനം 31-ാം തീയതി നടക്കുന്നതായിരിക്കും.